ആർഭാടങ്ങളില്ലാതെ തൃശൂർ പൂരം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ആർഭാടങ്ങളില്ലാതെ ചടങ്ങുകൾ മാത്രമായി തൃശൂർ പൂരം. മുണ്ടത്തിക്കോട് ദുരന്ത പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കിയാണ് ഇത്തവണത്തെ പൂരം. 1 മണിക്കൂർ ഉണ്ടായിരുന്ന കുടമാറ്റ ചടങ്ങുകൾ 15 മിനിറ്റിൽ പൂർത്തിയാക്കി. അതേസമയം പൂരത്തിന്റെ മറ്റ് ചടങ്ങുകൾ മാറ്റമില്ലാതെ തുടരും. ഓരോ ദേശത്തിന്റെയും എഴുന്നള്ളിപ്പ് രാവിലെയോടെ ആരംഭിച്ചു. പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയും പാറമേക്കാവിനും പുറമെ 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങളും തേക്കിൻകാട് മൈതാനത്ത് അണിനിരന്നതോടെ മൈതാനം ജനലക്ഷങ്ങളാൽ നിറഞ്ഞു. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനൂഷിന്റെ ചികിത്സാ ചെലവ് കേരള സർക്കാർ ഏറ്റെടുക്കും. ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം കൈക്കൊണ്ടത്. ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ദാരുണ സംഭവത്തിൽ അനൂഷിന്റെ 8 വയസ്സുകാരനായ സഹോദരൻ ആൽജോ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിരുന്നു. ബിജെപിയിൽ ചേർന്ന 7 എംപിമാരെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭ ചെയർമാൻ CP രാധാകൃഷ്ണന് അപേക്ഷ നൽകി AAP. പാർട്ടിയുടെ മുതിർന്ന നേതാവും എംപിയുമായ സഞ്ജയ് സിംഗ് ആണ് ഞായറാഴ്ച കത്ത് കൈമാറിയത്. വെള്ളിയാഴ്ചയാണ് എംപിമാരായ രാഘവ് ഛദ്ദ, അശോക് മിത്താൽ, സന്ദീപ് ഭടക്, ഹർഭജൻ സിംഗ്, രാജേന്ദ്ര ഗുപ്ത, വിക്രം സായിനി, സ്വാതി മാലിവാൾ എന്നിവർ AAPയിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നതായി പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത അത്താഴ വിരുന്നിനിടെ ഉണ്ടായ വെടിവയ്പിൽ ആക്രമിയെ തിരിച്ചറിഞ്ഞ് പോലീസ്. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹാളിൽ മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച അത്താഴ വിരുന്നിനിടെയാണ് ആക്രമണം ഉണ്ടായത്. 31-കാരനായ കോൾ തോമസ് അലനാണ് വെടിയുതിർത്തത്. പ്രതി കാലിഫോർണിയ സ്വദേശിയാണെന്നും അധ്യാപകനാണെന്നുമാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച സംഭവത്തിൽ പ്രതിസ്ഥാനത്തുള്ള ഡോക്ടർ റാം മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് പ്രതിയുടെ ഈ നീക്കം. ജാമ്യം നിഷേധിച്ച ഉത്തരവിനെതിരെ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും. മ്യാൻമറിൽ തുടർച്ചയായ 2ാം ദിവസവും ഭൂചലനം റിപ്പോർട്ട് ചെയ്തു. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ കേന്ദ്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ശനിയാഴ്ചയും മ്യാൻമറിൽ സമാനമായ രീതിയിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 2ാമത്തെ പ്രകമ്പനവും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിഖ്യാത ഫോട്ടോഗ്രാഫർ രഘു റായ് അന്തരിച്ചു. കുടുംബാംഗങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെയാണ് മരണവിവരം അറിയിച്ചത്. സംസ്കാരം ഇന്ന് വൈകുന്നേരം ഡൽഹിയിലെ ലോധി റോഡ് ശ്മശാനത്തിൽ നടന്നു. ഭോപ്പാൽ ദുരന്തത്തിന്റെ ഭീകരത ലോകത്തിന് മുന്നിലെത്തിച്ച മണ്ണിൽ പുതഞ്ഞ നിലയിലുള്ള പിഞ്ച് ബാലകന്റെ ചിത്രം അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സൃഷ്ടികളിലൊന്നാണ്. കണ്ണൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. താനിക്കുന്ന് മടത്തിൽ പറമ്പിൽ ഗീതമ്മയാണ് 25-കാരനായ മകൻ ക്രിസ്റ്റി കൊലപ്പെടുത്തിയത്. പിന്നാലെ പ്രതി കേളകം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. വീട്ടുകാരുടെ ഉപദേശങ്ങളിലുള്ള പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വിസ് എയർ വിമാനം പറന്നുയരുന്നതിനിടെ എഞ്ചിൻ തീപിടിച്ചു. അപകടത്തെ തുടർന്ന് വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ അടിയന്തരമായി ഒഴിപ്പിക്കുന്നതിനിടെ 6 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിമാനത്തിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. അപകട സമയത്ത് 228 യാത്രക്കാരും 4 കുട്ടികളുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം തുടരുന്നതിനിടെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പ്രാദേശിക തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഗാസയിൽ നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ആദ്യ വോട്ടെടുപ്പാണിതെന്ന പ്രത്യേകതയുണ്ട്. ശനിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഏകദേശം 50% ആളുകൾ സമ്മതിദാന അവകാശം വിനിയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഫലം ഇന്ന് പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.